സംഘപരിവാറും ഇടതുപക്ഷവും തമ്മിലെന്ത്? എല്ലാം ശരിയാക്കാൻ വന്ന ഇടതുപക്ഷം. എന്നിട്ടോ CAA വിരുദ്ധ ജനകീയ ഹർത്താൽ അടിച്ചമർത്താൻ എന്തിനായിരുന്നു ഇത്ര ആവേശം? സമരക്കാർക്കെതിരെ കേസെടുക്കാൻ എന്തായിരുന്നു ഇത്ര ത്വര? പൗരത്വ നിയമത്തിന് അനുകൂലമായി BJP നടത്തിയ പരിപാടിയിൽ പ്രതിഷേധിച്ച് കടകളടച്ചവർക്കെതിരെ കേസെടുത്തത് എത്ര ധൃതിപ്പെട്ടായിരുന്നു? ഗാന്ധിജിയെ കൊന്നത് RSS എന്ന് ബാനർ വെച്ചവർക്കെതിരെ, മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞ MM അക്ബറിനെതിരെ, ദേശീയ ഗാനത്തെ അപമാനിച്ചെന്നു പറഞ്ഞ കമൽ സിക്കെതിരെയും കേസുകൾ എടുത്തു. കാശ്മീരികളെ കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ, മുസ്ലിം സ്ത്രീകൾ പന്നികൾ പെറും പോലെ പെറ്റുകൂട്ടുന്നുവെന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ, മുസ്ലിം സ്ത്രീകളെ വന്ധീകരിക്കണമെന്ന് പറഞ്ഞ KR ഇന്ദിര, മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഹിന്ദു കുട്ടികളെ ജനിപ്പിക്കണമെന്ന് പറഞ്ഞ രാധാകൃഷ്ണ പിള്ള, മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട് നിരന്തരം കലാപാഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതീഷ് വിശ്വനാഥ്. ഇവർക്കെതിരെയെല്ലാം നിരവധി പരാതികൾ ഉണ്ടായിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നിരന്തരമായി വർഗീയത പറയുന്ന TP സെൻകുമാറിനെതിരെയുമില്ല നടപടി. എന്തേ ഇങ്ങനെ? LDF വന്നു, എല്ലാം ശരിയായി. പക്ഷേ ആർക്ക്? അനീതിയോട്, വിവേചനങ്ങളോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, കലഹിക്കാൻ നാം എന്നും ഉണ്ടാകും.